ഹൈ സ്റ്റുഡൻസ്, 2025 നീറ്റ് പരീക്ഷ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാകും അല്ലേ? പരീക്ഷയെ സംബന്ധിച്ച്, നിങ്ങളുടെ ഉറക്കത്തെ സംബന്ധിച്ച്, സബ്ജക്റ്റുകളെ സംബന്ധിച്ച്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഈ ക്വസ്റ്റ്യനുകൾക്കെല്ലാം ഉത്തരവുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുകയാണ്. ക്ലിയർ യുവർ ഡൗട്ട്സ് വിത്ത് ബ്രില്യൻറ്റ്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അപ്പോൾ ദൂരീകരിക്കാറുണ്ടെങ്കിലും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുകൂടി പരിഹാരമാണ് ഞങ്ങളുടെ ഈ പുതിയ പ്രോഗ്രാം. ഇന്ന് ആദ്യമായിട്ട് നമ്മളോട് സംശയം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അനുനന്ദ നിലി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ്. ഒരുപക്ഷെ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ഒരു സംശയം തന്നെയാണ് അനുനന്ദ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അനുനന്ദയുടെ സംശയം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് അനുനന്ദ നെല്ലി. ഞാനിവിടെ Q25 ബാച്ചിലാണ്. ഫേസ് 1 സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 6 months ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇനി വരുന്നത് ഒരു മോഡൽ എക്സാമുകളുടെ സ്റ്റാർട്ടിംഗ് ആണ് ജനുവരി തൊട്ട്. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് മോഡൽ എക്സാം തുടങ്ങുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആദ്യം തുടങ്ങിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട്. അനുനന്ദ നിലിക്ക് 2 സംശയങ്ങളാണുള്ളത്. ആദ്യത്തെ സംശയം അനുനന്ദ ചോദിച്ചത് മോഡൽ എക്സാം തുടങ്ങുമ്പോൾ ഞാൻ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിച്ചു തുടങ്ങേണ്ടതെന്നാണ്. അനുനന്ദയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഓരോ ആഴ്ചയും നമ്മുടെ യൂണിറ്റ് എക്സാമിന് നമ്മൾ പഠിച്ച് വരികയാണ്. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിച്ച് ആഴ്ചകളിലുള്ള വീക്ക്ലി എക്സാം എഴുതിയാണ് പോകുന്നത്. ഇനി മോഡൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ കൃത്യമായി ഓരോ യൂണിറ്റുകളായി ചാപ്റ്റേഴ്സിനെ തിരിച്ച് കൃത്യമായ ഒരു പാറ്റേണിലൂടെയാണ് പരീക്ഷ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സോ ആദ്യത്തെ മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഏത് യൂണിറ്റ് ആണോ എഴുതുന്നത് ആ യൂണിറ്റിൽ ഏതൊക്കെ സബ്ജക്റ്റ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ്, എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ടാകും. അതിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡെഫിനറ്റായിട്ടും ആ പരീക്ഷയുടെ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം പറയാൻ. ഇനി പരീക്ഷയുടെ യൂണിറ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും ഉണ്ട് എന്നിരിക്കെ അതിൽ മോൾക്ക് ഏറ്റവും എളുപ്പത്തിൽ, ഇപ്പോൾ അനുനന്ദയെ അഡ്രസ്സ് ചെയ്യുമ്പോഴും എനിക്ക് മറ്റു കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നത് അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും അത് ആദ്യം പഠിച്ച് ഉറപ്പിച്ച് വയ്ക്കുക. ചില കുട്ടികൾക്ക് ബയോളജി ഭയങ്കര എളുപ്പമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. അവർ ബയോളജി നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം കുറച്ചുകൂടെ കംഫർട്ടബിൾ കെമിസ്ട്രിയാണ്, കെമിസ്ട്രിയും പഠിച്ച് ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഫിസിക്സ്. ഇനി അതല്ല, ഫിസിക്സിനോടാണ് ഇഷ്ടം കൂടുതൽ, ഫിസിക്സ് ചെയ്ത് പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഫിസിക്സ് ആദ്യം ചെയ്ത് പഠിച്ചതിന് ശേഷം കെമിസ്ട്രിയോ ബയോളജിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. ഇതിലേതാദ്യം പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ എടുക്കുന്ന സമയത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി ടൈം ടേബിൾ യൂണിറ്റ് എക്സാമിന് എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ തന്നെ പോകണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ വീക്ക്ലി എക്സാം തൊട്ട് തന്നെ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം എന്ന് ശീലിച്ച് വരുന്നവരാണ്. എങ്കിൽ പോലും മോഡൽ എക്സാം വരുമ്പോഴാണ് കൃത്യമായിട്ട് 1 മിനിറ്റിൽ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ബയോളജിക്കോ ഒരു സബ്ജക്റ്റിനും ഒരു പ്രയോറിറ്റി കൂടുതലും കൊടുക്കാതെ, ഒരു സബ്ജക്റ്റിനും ഒരു പ്രയോറിറ്റി കുറവും കൊടുക്കാതെ എല്ലാ സബ്ജക്റ്റിനെയും ഒരുപോലെ കണ്ട് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി 1 മിനിറ്റ് കൊടുത്തു വേണം നിങ്ങൾ ചെയ്യാൻ. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് 1 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക തന്നെ വേണം. ഇത് 1ാമത്തെ മോഡൽ എക്സാം എഴുതുന്നത് തൊട്ട് എല്ലാ കുട്ടികളും ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് 2ഓ 3ഓ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല, 2ഓ 3ഓ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ആ 3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി ചുരുക്കം പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യനുകളാണോ ഉള്ളത് അത് മുഴുവൻ നിങ്ങൾ വായിച്ച് തന്നെ തീരണം. അതിനുള്ള ഒരു മനസാന്നിധ്യം, എനിക്ക് ഇത് 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ ക്വസ്റ്റ്യനെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുവാനുള്ള മനസാന്നിധ്യം നിങ്ങൾ ആദ്യത്തെ പരീക്ഷ മുതൽ തന്നെ കാണിക്കണം. ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ ആദ്യത്തെ മോഡൽ എക്സാം അല്ലേ, 2ാമത്തെ മോഡൽ എക്സാം തൊട്ട് ടൈം മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന നീറ്റ് മോഡലിന് ടൈം മാനേജ് ചെയ്യാം, അങ്ങനെ കരുതരുത്. മറിച്ച്
ഫസ്റ്റ് എക്സാം മുതൽ തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ശ്രമിച്ച് തന്നെ പോകണം. അവിടെ വരുന്ന എററുകൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ മാനേജ് ചെയ്ത് ഒരു 2, 3, 4 പരീക്ഷ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രോബ്ലം അവസാനിച്ചിരിക്കും. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മെജോറിറ്റി വിദ്യാർത്ഥികളുടെയും സംശയം തന്നെയായിരുന്നു ടൈം മാനേജ്മെന്റും എന്ത് പഠിക്കണം എന്നുള്ളതും. അപ്പോൾ അനുനന്ദയുടെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റിന് എൻ്റെ ഉത്തരവും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രവുമല്ല, നിങ്ങൾക്ക് പരീക്ഷയെ സംബന്ധിച്ചോ സബ്ജക്റ്റിനെ സംബന്ധിച്ചോ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഡെഫിനറ്റായിട്ടും ദൂരീകരിക്കുക തന്നെ ചെയ്യും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.